ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൺഡേത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഈ കാറൊക്കെ എടുത്ത് പോകുന്നത് ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പഴയ ഒരു റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ പുതിയൊരു വീടൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മളെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഹൗസ് വാമിങ്ങിന് പോയത് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി. വന്ധുവാണ് കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെയൊക്കെ ഫ്രണ്ടാണത്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്ന് കുടിച്ചിട്ട് അപ്പോൾ ദേവ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി കേട്ടോ. വെള്ളമൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വീടൊക്കെ കാണണം പറഞ്ഞിട്ട് വീടൊക്കെ കാണാനായിട്ട് പോവുകയാണ്. കുറച്ച് മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെയറൊക്കെ കയറി മേലേക്ക് പോകാണ്ട് സൈഡിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. മേലെയാണ് ഇവരുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. താഴെയുള്ള ഫ്ലോറ് വാടകയ്ക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ മേലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അവിടെയാണെങ്കിൽ ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിട്ട് കുറച്ച് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. വീഡിയോസ് വലിയ ക്ലിയർ ഒന്നുമില്ല എന്ന് എല്ലാവരും പരാതി പറയാം. എന്താണെങ്കിലും മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് വേണം നല്ലൊരു ഫോണൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഹോളിൻ്റെ സൈഡിലായിട്ട് ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ നേരെ തന്നെയായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിന് പുറത്തോട്ട് ഒരു ഡോറൊക്കെ വെച്ചിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെയുള്ളത് ബെഡ്റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്പേസ് ആക്കി കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമൊക്കെ. അധികം ഓവറായിട്ട് സ്പേസ് ഒന്നും കളയാതെ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടോ. കാണുമ്പോൾ തന്നെ ഓവറായിട്ട് അങ്ങനെ സ്പേസ് കൊടുത്തിട്ട് സ്ഥലങ്ങളെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തോന്നി. നമ്മുടെ നാട്ടിലേക്ക് റൂം പോലെയൊക്കെ ഫീൽ ചെയ്തോട്ട് പോയപ്പോൾ ഡ്രസ്സിങ് ടേബിളും 2 വിൻഡോസൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ബെഡ്റൂം കേട്ടോ. പിന്നെ അടുത്ത ബെഡ്റൂമിൽ പോയിട്ട് നമ്മളിങ്ങനെ ചെന്നപ്പോൾ ചുമ്മാ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടതാണ്. എന്താണെങ്കിലും നല്ല രീതിക്ക് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടോ. ചെയ്യുന്നവർക്കാണ് അതിൽ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നറിയാം. എന്നാലും നമുക്കിങ്ങനെ കമൻറ്റ് പറയാമല്ലോ, നമുക്കതിനല്ലേ പറ്റൂ. ഇപ്പോൾ വീടിൻ്റെ ഉടമകൾ ഇവരാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനും ചേച്ചി മര്യാദയ്ക്ക് അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിള്ളേരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റിയില്ല. എന്താണെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കൂടുതലും മലയാളി ഫ്രണ്ട്സ് തന്നെ കേട്ടോ. നമുക്കറിയുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു കേട്ടോ. പിന്നെ നമുക്കറിയാത്തവരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീടൊക്കെ കണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. വീട് ചുറ്റി നടന്ന് കാണലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ദേവ് വന്ന് ചോദിക്കാൻ തുടങ്ങി, അമ്മ ഞാൻ കഴിക്കാൻ പോക്കട്ടെ എന്ന്. അവന്തൂന് കൂട്ട് കിട്ടിയതുകൊണ്ട് അവളും അതെ അവന്തൂൻ്റെ കൂടെ കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായി അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ കഴിക്കാൻ അവിടെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ മേലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അപ്പോൾ ടെറസാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയേഴ്സൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഇതായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിലോട്ട് നടന്നു പോയി. ടെറസിലാണെങ്കിലും ഒരു ചെറിയ ബെഡ്റൂം ഒരു സിംഗിൾ റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമോ അല്ലെങ്കിൽ പുറമേ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ താമസിക്കാനൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വാട്ടർ ടാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെറസിലാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ കുറേ പേരൊക്കെ വീടൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ടെറസിൽ അവിടുത്തെ ബെഡ്റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സിംഗിൾ റൂം കൊടുത്തിട്ടുണ്ട് ടെറസിൽ. അപ്പോൾ അവിടെയാണെങ്കിലും വന്നാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലൊക്കെ താമസിക്കാനായിട്ട് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റൂമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ടെറസിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. താഴെ നിന്ന് നോക്കണ വ്യൂവും ഒക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെ മേലത്തേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടായിരുന്നു. വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ സൈഡിൽ അലക്കുകല്ല് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ അങ്ങനെ മേലെ തന്നെ സ്പെൻഡ് ചെയ്തു. താഴെ കാണുന്നതാണ്, താഴെ അപ്പുറത്തെ സൈറ്റിലാണ്, അപ്പുറത്തെ സ്ഥലത്താണ് ഫുഡിൻ്റെയൊക്കെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നെക്സ്റ്റ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ശരി എന്നാൽ അവിടെ കൂടി പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള ടൈമും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. താഴത്തെ ഫ്ലോർ കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് പോയി. താഴത്തെ ഫ്ലോറ് വാടകയ്ക്ക് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ കയറിയിട്ട് ഇവർക്ക് താമസിക്കാനായിട്ട് അങ്ങനെ. അപ്പോൾ ഇത് താഴത്തെ റൂമാണ് കേട്ടോ. താഴെ തന്നെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നല്ലൊരു ഹാള് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് തന്നെ ഓപ്പൺ കിച്ചണായി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂംസ്, അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ റൂമും എല്ലാം കാര്യങ്ങളും നല്ല സൗകര്യത്തോടു കൂടിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മോഡേൺ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് നേരമൊക്കെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ അവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരി വീടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ഫ്രീ ആയിരുന്നു വീടിനകത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ പുറത്തൊക്കെ ഇറങ്ങി നിന്നു. അപ്പോൾ ഇതാ ഫ്രണ്ട്സും പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, പിള്ളേരൊക്കെ ആയിട്ട് കളിയൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ പിള്ളേരൊക്കെ അവിടെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായി നിന്നു. അപ്പോഴേക്കും പിള്ളേർക്ക് വിശന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തൂനൊക്കെ കൂട്ടിയിട്ട് അവർ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാനായിരുന്നു. പിസ്തയുണ്ട്, വാനിലയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഐസ്ക്രീമൊക്കെ എല്ലാവരും കൂടി നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സെറ്റ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു വ്യൂ കേട്ടോ, പുറത്തുനിന്നുള്ള. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറേ പേരൊക്കെ കഴിക്കാൻ കയറി, അതിന് ശേഷം കുറേ പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഉണ്ടായിരുന്നു. എല്ലാവരും വീട് കാണാനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ കയറിയ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കന്നഡ സ്റ്റൈലും ഉണ്ടായിരുന്നു, സദ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ കന്നഡ സ്റ്റൈലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാലക്കാടൻ ടച്ചുള്ള മട്ട അരിയും അങ്ങനെയായിട്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്കിനി ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കൈയൊക്കെ കഴുകി ഇലയൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇലയൊക്കെ ഇടൽ കഴിഞ്ഞു കേട്ടോ. ഇനിയാണെങ്കിൽ നമുക്ക് ഇലയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇലയിനെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കഴുകി വൃത്തിയാക്കി പിന്നെ ഞാൻ കൈയും അതിൻ്റെ ഇടയിലൊന്ന് കഴുകി എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മുടെ പായസമാണ് വിളമ്പിയത്. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വിളമ്പിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കറി വിളമ്പിയിട്ടുണ്ടായിരുന്നു, അതൊരു പൈനാപ്പിൾ കറിയായിരുന്നു. അതുപോലെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സാലഡ് പോലെയുള്ള ഐറ്റംസ്, അതുപോലെ പയറുപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വിളമ്പി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ചോറിന് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഫസ്റ്റ് തന്നെ വിളമ്പുന്നുണ്ട്. അങ്ങനെ തോരനും ഉപ്പേരിയൊക്കെ വിളമ്പി. അതുപോലെ ഒരു അവിയലുണ്ടായിരുന്നു, അപ്പോൾ അതും വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള കന്നഡ സ്റ്റൈലുള്ള ഉബ്ബട്ട് വിളമ്പി തന്നു കേട്ടോ. അപ്പോൾ അതിനൊരു പൈനാപ്പിൾ എസൻസും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യ് കൂട്ടിയിട്ടാണ് കഴിക്കുക. എൻ്റെ കന്നഡ സ്റ്റൈൽ സദ്യയിലൊക്കെ കാണാം കേട്ടോ ഈ ഐറ്റം. പിന്നെ ഇത് നമ്മുടെ ബേബി കോണിനെ ഫ്രൈ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ബേബി കോൺ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ഫ്രൈ ആക്കിയതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഈ ഉബ്ബട്ടും നെയ്യും കൂട്ടിയിട്ടാണ് കഴിക്കുക. പിന്നെ കറികളൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മസാലക്കറി പോലെയൊക്കെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉബ്ബട്ട് കഴിക്കട്ടെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിൽ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് ആ പൈനാപ്പിളിൻ്റെ സ്മെല്ലും, പൈനാപ്പിളാണോ ചേർത്തെന്ന് അറിയില്ല, അപ്പോൾ അങ്ങനെ പൈനാപ്പിളിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല യെല്ലോ കളറും ഉണ്ട് ഈ ഉബ്ബട്ടിൽ. നോർമലി കിട്ടുമ്പോൾ അങ്ങനെ ഫ്ലേവറൊന്നും ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല പൈനാപ്പിൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അത് ഫസ്റ്റ് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഈ ഉബ്ബട്ട് എന്ന് പറയുന്നത് കടലമാവും പിന്നെ മൈദയോ അങ്ങനെ എണ്ണയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സംഭവം എന്താണെങ്കിലും സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മെയിൻ ഡിഷാണ്. അപ്പോൾ എല്ലാ ഫെസ്റ്റിവൽസിനൊക്കെ ഇവർ ഇത് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റൊട്ടിയാണ് വന്നത്. നമ്മുടെ ഉബ്ബട്ട് കഴിച്ച് തീരുന്നേക്ക് മുമ്പ് എനിക്ക് റൊട്ടി കൊണ്ടു തന്നു. റൊട്ടിയും പിന്നെ നമ്മുടെ പനീർ കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉബ്ബട്ടൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ റൊട്ടി കഴിച്ചത് കേട്ടോ. ഇവിടുത്തെ സദ്യ അറിയാമല്ലോ, ഓരോരോ ഐറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ എല്ലാ ഐറ്റംസ് ഉണ്ടായിരിക്കും, സ്വീറ്റ് ആണെങ്കിലും സ്പൈസി ആണെങ്കിലും, അതുപോലെ റൈസ് ഐറ്റംസ്, ഇങ്ങനെ റൊട്ടി ഐറ്റംസ്, പൂരീസ്, അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ സദ്യയിലൊക്കെ. അപ്പോൾ നമുക്ക് കുറേ വെറൈറ്റി ആയിട്ട് ഡിഷസൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഈ കന്നഡ സ്റ്റൈൽ സദ്യയിൽ. ഇതിലും ഗ്രാൻഡായി ചെയ്യുന്നവരുണ്ട്, അതുപോലെ കുറച്ച് മീഡിയം രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, നല്ല സദ്യയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, നല്ല ഫുഡായിരുന്നു. എന്താണെങ്കിലും നമ്മൾ കുറ്റമൊന്നും പറയത്തില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ സെറ്റ് ബാക്കിലാണ് ഇരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും നോക്കി അവരൊക്കെ വല്ലതും കഴിക്കുന്നുണ്ടോ ആവോ. പിന്നെ ഇതാ നമ്മുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ചോളമായിരുന്നു, നമ്മുടെ ബേബി കോണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയതാണ് ഇതിനകത്ത് എന്തായിരുന്നു. ഇവർ റവയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, എന്തോ മാവിലൊക്കെ മുക്കിയിട്ട് റവയോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ബേബി കോണാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉബ്ബട്ടും നമ്മുടെ റൊട്ടിയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഒരുവിധം. അതിന് ശേഷം നമ്മുടെ പലാവ് വന്നു. പലാവും സാലഡുമാണ്, അതിനുള്ളൊരു കറിയും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ പുലാവ് കഴിച്ചു കേട്ടോ. പുലാവ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനെല്ലാം കുറച്ച് മേടിച്ച് എല്ലാ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ റൊട്ടി കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഞാനാണെങ്കിൽ മെല്ലെ വീഡിയോ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ ഫുഡൊക്കെ ആസ്വദിച്ചാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അധികം വേഗം ഫിനിഷ് ആവാത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഐറ്റംസ് വന്നുകൊണ്ടിരുന്നു കേട്ടോ. നമുക്കിത് മട്ടരിയുടെ ചോറാണ് തന്നത്. അപ്പോൾ ഈ ചോറുണ്ട്, പാലക്കാടുകാരായിരുന്നു ഈ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരിക്കാം ഇങ്ങനെ കുറച്ച് ഈ സദ്യയിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയൽ, പയറുപ്പേരി, അതുപോലെ ഇനി മോരുകറിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ആ ചോറിന് നല്ല സാമ്പാറായിരുന്നു. സാമ്പാറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. അപ്പോൾ ചോറും സാമ്പാറും കഴിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയർ ഫുള്ളാവുമല്ലോ. അതുകൊണ്ട് ഒന്നും ബാക്കിയുള്ള ഐറ്റംസ് വാങ്ങിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ചെല്ലാം മേടിച്ചിട്ട് എല്ലാതും ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറ്, സാമ്പാർ, അതുപോലെ പപ്പടം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പളമാണ്. ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഇല്ലേ, അതാണ് അപ്പളമായിട്ട് ഇവിടെ തരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ചോറ് അങ്ങനെ കുറച്ച് മേടിച്ച് കഴിച്ചു. പിന്നെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മട്ടരിയുടെ ചോറല്ലാതെ തന്നെ നോർമൽ വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൊണ്ടുവരുന്നത് നമ്മുടെ മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ചോറിന് മോരുകറി ഉണ്ടായിരുന്നു. കുമ്പളങ്ങ ഒഴിച്ച മോരുകറി ഉണ്ട്, കുമ്പളങ്ങ ഇട്ട മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് കളർ റൈസും നമ്മുടെ ചെറിയ അരി, ഇവിടെയൊക്കെ കൂടുതലും ചെറിയ അരിയാണല്ലോ യൂസ് ചെയ്യുന്നത്. ആ ചെറിയ അരിയും പിന്നെ നമ്മുടെ രസം, അതുപോലെ മോര് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇടയ്ക്ക് അപ്പോൾ അതും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മോരുകറി, കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈറ്റ് റൈസിൻ്റെ കൂടെ. ഇപ്പോൾ ഈ മട്ട അരി എല്ലാവരും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ അരി, ഇവിടുത്തെ അരിയും വെച്ചിട്ട് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി കഴിച്ചു. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പായസമൊക്കെ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ പായസം അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പായസം അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും അത്ര വലിയ മധുരം ഇഷ്ടമല്ല. ഞാനും പാലട മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇവിടെ അടപ്പായസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അരി വെച്ചിട്ടുള്ള പായസം എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഇതെന്തായിരുന്നു, പഴം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ എല്ലാ സദ്യക്കും പഴം ഉണ്ടാവും. അപ്പോൾ അതാ ചെറിയ പഴം, ഏലക്കി എന്നാട്ടോ ഇതിവിടെ പറയുന്നത്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ മറ്റേ ചെറിയ അരി ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും തൈരും, നല്ല കട്ട തൈര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ചോറും തൈരും ലാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തൈര് കഴിക്കുന്നത് പിന്നെ വയറിന് നല്ലതാണല്ലോ. എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഒരുവിധം. തൈര് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ്. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു. എനിക്ക് ഈ തൈര് ഒഴിക്കുമ്പോൾ ഉപ്പ് ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഉപ്പില്ലാതൊക്കെ കഴിക്കും. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അപ്പുറത്ത് ഉപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ അപ്പളം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പപ്പടംസ് പീസസ്. അപ്പോൾ പിന്നെ ഞാനിത് അച്ചാറും പപ്പടവും ചോറും തൈരൊക്കെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാ കറീസും കൂട്ടി ഇല നമ്മൾ നല്ല ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പായസം മാത്രം അധികം കഴിച്ചില്ല, ബാക്കി എല്ലാ ഐറ്റംസും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല കട്ട തൈരൊക്കെ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പിള്ളേർ പഴമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് തന്നു. ഈ ചോളം, നമ്മുടെ ബേബി കൊണ്ട് ആ പീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേവും അധികം ഉബ്ബഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉബ്ബഡ് അപ്പോൾ ഞാൻ വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ അതെന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് ഇനി കാണാം. അപ്പോൾ നമ്മളൊക്കെ പോയി കൈയൊക്കെ കഴുകി. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല, എനിക്ക് അത്ര വേണമെന്നൊന്നുമില്ലായിരുന്നു. വാനില ഐസ്ക്രീം പിന്നെ നമ്മുടെ പിസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കഴിക്കുമ്പോൾ അതൊന്ന് നമുക്ക് 1-2 പീസൊക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ പിള്ളേർ സെറ്റൊക്കെ കൂടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. റൂമൊക്കെ കാലിയാണല്ലോ. അപ്പോൾ എന്തൊക്കെയേ കളിയൊക്കെ കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അമ്മമാരും വാ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളും കുറേ പ്രാവശ്യം പോയി വിളിച്ചു, വാ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ 2-3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് ആര് വരാൻ, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പിന്നെയും പോയി വിളിച്ച് അങ്ങനെ കുറേ പ്രാവശ്യത്തെ വിളിക്ക് ശേഷം മനസ്സോടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയൊക്കെ വന്നു. അപ്പോഴത്തേനും വേറെ പിള്ളേരൊക്കെ പോകാൻ നിൽക്കുമായിരുന്നു. സൺഡേ ആണെങ്കിൽ വേറെ കുറച്ച് ഫംഗ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വേഗം പോകാമെന്ന് വിചാരിച്ചു. വേഗമൊന്നുമല്ല കേട്ടോ, നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഇവരെ വിളിച്ചതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് രണ്ടൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോവണമല്ലോ, നമുക്ക് വേറെ അറ്റൻഡ് ചെയ്യാനായിട്ട്. സൺഡേ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറത്ത് നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് വീട് കാണാൻ. ചെറിയ വീട്, അധികം ഓവറായിട്ട് അങ്ങനെ സ്പേസ് ഒന്നും കളയാതെ തന്നെ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടെന്ന് തോന്നിയിട്ട്, നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്.
അന്നാണെങ്കിൽ രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർ ഇതാ കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്കിനി വീട്ടിലോട്ട് പോവാമല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മളിതാ സൈഡിൽ നിന്ന് ഒരു വ്യൂ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ കുറച്ച് സൈഡ് വ്യൂ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീടിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ബാംഗ്ലൂരിലെ ഓരോ വീടും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ കാറിൽ കയറി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ചെറുപഴം. നമ്മൾ 3 പേര് കഴിച്ചില്ല, ചേട്ടൻ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഴത്തിനൊക്കെ എടുത്തിട്ട് വന്നിട്ട്, ഇവിടെ ചെറുപഴത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ എന്താണെങ്കിലും പഴത്തിനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങളൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ബാംഗ്ലൂർ വിശേഷങ്ങൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.